നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും വിഷുമായ സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം വെറും ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ കൈകളിലെത്തിയാൽ എങ്ങനെയിരിക്കും? ചിന്തിക്കാൻ പോലും അത്ഭുതം തോന്നുന്നില്ലേ? വെറുതെ ഒരു തമാശയ്ക്ക് പോലും ചോദിച്ചാലും പെട്ടെന്ന് തന്നെ അത് യാഥാർത്ഥ്യമാക്കുന്ന ഒരു അത്ഭുത രഹസ്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ പ്രത്യേക ചക്രത്തിലേക്ക് അല്ലെങ്കിൽ ഈ ചിഹ്നത്തിലേക്ക് നോക്കി ശരിയായ രീതിയിൽ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ പ്രപഞ്ചം അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുമെന്നാണ് പറയുന്നത്. ഇതെന്താണ്? ഇതിൻ്റെ പിന്നിലെ ശാസ്ത്രം എന്താണ്? നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? ഇതിനെക്കുറിച്ച് എല്ലാം വളരെ കൃത്യമായി വ്യക്തതയോടെ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. കാരണം ഇതിലെ ഓരോ ഘട്ടവും നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം എന്നതാണ്. ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ ചിഹ്നം അല്ലെങ്കിൽ എന്താണ് ഈ ചക്രം? പുരാതന കാലം മുതൽക്കേ തന്നെ മനുഷ്യൻ പ്രപഞ്ചത്തിലെ ഊർജത്തെപ്പറ്റി തലങ്ങളിലേക്ക് ആകർഷിക്കാൻ പല വിധത്തിലുള്ള ചിഹ്നങ്ങളും ജാമതീയ രൂപങ്ങളും ഒക്കെ ഉപയോഗിച്ചിരുന്നു. നമ്മുടെ മനസ്സ് എപ്പോഴും ചിന്തകളാൽ അസ്വസ്ഥമാണ്. എന്നാൽ കൃത്യമായ ഒരു ബിന്ദുവിലേക്ക് അല്ലെങ്കിൽ ഒരു ഊർജ ചക്രത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് ഉണരുകയും പ്രപഞ്ചത്തിൻ്റെ ഫ്രീക്വൻസിയുമായി അത് പൊരുത്തപ്പെടുകയും ചെയ്യുന്നു എന്നതാണ്. ചിത്രത്തിൽ കാണുന്ന ഈ ചക്രം യഥാർത്ഥത്തിൽ നിങ്ങളുടെ ചിന്തകളെ ഒരു ലേസർ കിരണം എന്ന പോലെ ശാന്തമാക്കാൻ സഹായിക്കുന്ന ഒരു മാധ്യമം മാത്രമാണ്. ഇത് വെറുമൊരു അന്ധവിശ്വാസമല്ല, മറിച്ച് മനസ്സിൻ്റെ ഏകാഗ്രതയും പ്രപഞ്ചത്തിൻ്റെ ഊർജത്തിൻ്റെയും കൂടിച്ചേരലാണ്. ഇനി നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഈ ചക്രം ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചെടുക്കുന്നത് എന്ന് അല്ലേ? ഇതിന് കൃത്യമായ ഘട്ടങ്ങളുണ്ട്. ഒന്നാം ഘട്ടം, ശാന്തമായ അന്തരീക്ഷം. നിങ്ങളെ ആരും ശല്യപ്പെടാത്ത ഒരു സ്ഥലം നിങ്ങൾ തിരഞ്ഞെടുക്കുക. മൊബൈൽ ഫോൺ സൈലൻ്റ് ആക്കുക. നിവർന്ന് ഇരുന്ന് ദീർഘശ്വാസം എടുക്കുക. നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ശാന്തമാക്കുക. രണ്ടാമത്തെ ഘട്ടം, ദൃഷ്ടി കേന്ദ്രീകരിക്കൽ. ഇപ്പോൾ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ചക്രത്തിൻ്റെ മധ്യഭാഗത്തേക്ക് നിങ്ങളുടെ കണ്ണുകൾ ചിമ്പാതെ അധികം ബുദ്ധിമുട്ടാതെ നോക്കുക. 2 മുതൽ 3 മിനിറ്റ് വരെ നിങ്ങൾ നോക്കിയിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ അനാവശ്യ ചിന്തകൾ മാറിപ്പോകുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായിരിക്കും. അടുത്തത് മൂന്നാം ഘട്ടം, കൃത്യമായ ആഗ്രഹം ചോദിക്കുക എന്നതാണ്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് വെറുതെ എനിക്ക് അത് വേണം എന്ന് പറയുകയല്ല ചെയ്യേണ്ടത്. അത് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന രീതി വേണം നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഒരു ജോലി വേണമെങ്കിൽ എനിക്ക് ആ ജോലി ലഭിച്ചതിന് ഞാൻ പ്രപഞ്ചത്തിനോട് നന്ദി പറയുന്നു എന്ന് പൂർണ്ണമായ വിശ്വാസത്തോടെ മനസ്സിൽ പറയുക. ഇതുപോലെ നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെയാണോ അത് നിങ്ങൾക്ക് നടന്നു കഴിഞ്ഞു എന്ന രീതിയിൽ വേണം നിങ്ങൾ മനസ്സിൽ പറയേണ്ടത്. ചിലർ ചിന്തിക്കുന്നുണ്ടാവും, വെറുതെ ഒരു ചക്രത്തിൽ നോക്കി ആഗ്രഹിച്ചാൽ കാര്യങ്ങളൊക്കെ നടക്കുമോ എന്ന്. ഇവിടെയാണ് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണ നിയമം പ്രവർത്തിക്കുന്നത്. നമ്മുടെ തലച്ചോറ് നിരന്തരം പലതരത്തിലുള്ള ഫ്രീക്വൻസികൾ പുറപ്പെടുവിക്കാറുണ്ട്. നമ്മൾ അങ്ങേയറ്റം ആത്മാർത്ഥമായും ദൃഢമായും ഒരു കാര്യം വിശ്വസിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ആൽഫ തരംഗങ്ങൾ ഉണരുന്നു. ഈ അവസ്ഥയിൽ നമ്മുടെ പ്രപഞ്ചത്തിലേക്ക് വിടുന്ന ചിന്തകളുടെ ശക്തി കൂടുതലാണ്. വെറുതെ ചോദിച്ചാലും ഉടൻ കിട്ടും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. നിങ്ങളുടെ മനസ്സിൽ യാതൊരുവിധ സംശയവും ഭയവും ഇല്ലാതെ തന്നെ ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയോടുകൂടി ചോദിക്കുമ്പോൾ അത് വേഗത്തിൽ സംഭവിക്കുന്നു എന്നാണ്. സംശയമുള്ളിടത്ത് ആകർഷണ നിയമം പ്രവർത്തിക്കുകയുമില്ല.
ഈ പരീക്ഷണം ചെയ്യുമ്പോൾ നിങ്ങൾ നിർബന്ധമായും ചില തെറ്റുകൾ ഒഴിവാക്കേണ്ടതുണ്ട്. പലരും പരാതി പറയുന്നുണ്ട്, ഞാൻ ഇത് ചെയ്തു നോക്കി പക്ഷേ ഒന്നും നടക്കുന്നില്ല എന്ന്. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. സംശയത്തോടെ ചെയ്യുക. ഇതൊക്കെ നടക്കുമോ എന്ന് നോക്കാം എന്ന രീതിയിൽ സംശയത്തോടെ ചെയ്താൽ പൂർണ്ണ ഫലം ലഭിക്കുകയില്ല. പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കണം എന്നതാണ്. അതിരാവിലെയോ ഉറങ്ങാൻ പോകുന്ന നേരത്തോ ഇങ്ങനെ ചെയ്യുക. ഈ സമയങ്ങളിൽ നമ്മുടെ ഉപബോധ മനസ്സ് കൂടുതൽ സജീവമായിരിക്കും. അതിനാൽ ഈ സമയങ്ങളിൽ തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ ഫലം ചെയ്യുന്നതായിരിക്കും. പ്രവർത്തിക്കാൻ മടിക്കരുത്. പ്രപഞ്ചം നിങ്ങൾക്ക് വഴികൾ കാണിച്ചു തരും. എന്നാൽ ആ വഴിയിലൂടെ നടക്കേണ്ടത് നിങ്ങളാണ്. ആഗ്രഹിച്ച ശേഷം അതിനുള്ള ശ്രമങ്ങൾക്കായി നിങ്ങൾ തുടരുക തന്നെ ചെയ്യണം. അപ്പോൾ സുഹൃത്തുക്കളെ, പ്രപഞ്ചത്തിൻ്റെ ഈ അത്ഭുത ഊർജത്തിൻ്റെയും നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തിയെയും നിങ്ങൾ തിരിച്ചറിയുക. ചിത്രത്തിൽ കണ്ട ഈ ചക്രം നിങ്ങളുടെ ശ്രദ്ധ കൂട്ടാനുള്ള ഒരു മികച്ച മാർഗമാണ്. ഇന്ന് തന്നെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഇത് പരീക്ഷിച്ചു നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കൂടി ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു മികച്ചൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം.